ഇതിപ്പം ഞങ്ങൾ പോയിരിക്കുന്ന അൽക്കോർ പാർക്കാണ് കേട്ടോ. പാർക്ക്, സൂവ് ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ളതാണത്. അവിടെ ഒരു ചെറിയൊരു ഫൗണ്ടെയിൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈനൂന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, അവത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ ഒന്നും നിൽക്കത്തില്ലായിരുന്നു. ഒരു കാര്യം വെച്ചാൽ പാർക്കായതുകൊണ്ട് തന്നെ ഓടാൻ ഇഷ്ടപ്പെട്ട സ്ഥലം, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ പിള്ളേർക്ക് കേട്ടെങ്കിൽ. ഇവിടെ ഇപ്പം നമ്മൾ സീബ്രയെ കാണാൻ വേണ്ടി ഇപ്പോൾ സീബ്ര എന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു സീബ്രയെ കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മങ്കി ഉണ്ടായിരുന്നു, വേവ്സ്, അതിൻ്റെ അടുത്ത് പോയി. പക്ഷെ അത് കണ്ടല്ലോ കുറച്ചൊരു വയലൻ്റായിട്ടുള്ള ഒരു ബിഹേവിയറായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അത് ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. അവിടെ ഇവിടെയൊക്കെ അടിച്ചപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പം തന്നെ അതിന് ഭയങ്കര ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു അങ്ങ് അറ്റത്ത്. അവിടെ പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന് തുപ്പുമായിരുന്നു. അതായിരുന്നു അതിൻ്റെ പരിപാടി. അപ്പം ഞങ്ങൾ നിന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ഭാഗ്യത്തിന് നമ്മൾ അതിൻ്റെ അടുത്തല്ലാഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കുഞ്ഞിനും അത് കണ്ടപ്പോഴും പിന്നെ ഭയങ്കര ടെൻഷനായി. ഇതുണ്ടോ, അത് അങ്ങോട്ട് വന്ന് ഓടി ആ ഒരു ഡോറിൻ്റെ അവിടെ വന്ന് ഇടിക്കുന്നു. ഭയങ്കര ശബ്ദമായിരുന്നു. അത് നമുക്കവിടെ നിൽക്കുമ്പോൾ തന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. കാരണം അത്രയും ഒരു എന്താ പറയണ്ടേ, അത് അങ്ങനത്തെ ഒരു ബിഹേവിയറായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊന്ന് ഇത്രയും ആൾക്കാരെ അതിനെ വന്ന് നോക്കുന്നൊന്നും അതിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഓടുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയാണ് അവിടെ നിന്ന് പോയി വെള്ളം എടുക്കുന്നു, കുടിക്കുന്നു, ടയർ എടുത്തുകൊണ്ട് വരുന്നു. ഇതൊക്കെ ശേഷമാണ് അതാ വായിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അത് ഇതൊക്കെ കാണിച്ചു. നമ്മൾ വിചാരിക്കുന്നില്ല അത് തുപ്പാൻ വേണ്ടിയാണ് വരുന്നതെന്ന്. അപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതിനെ കാണാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നത്. പക്ഷെ ദേഷ്യമാണ് നമ്മളെല്ലാം ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴത്തേന്. ഈ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അതിങ്ങനെ തുപ്പാൻ വരുന്നത് പോലെ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയില്ല, ഒന്നും പറയാനില്ല. നല്ല രസമായിരുന്നു കേട്ടോ. വേറൊരു മങ്കിയും കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. കണ്ടോ, ഈ ഒരു സമയത്താണ് അത് വരുന്നുണ്ടോ, അത് കണ്ടോ, അത് തുപ്പി. അവിടെ ഉള്ളവരെല്ലാം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം. ചിരിക്കണോ കരയണോ, കുഞ്ഞു പിള്ളേരെല്ലാം പേടിച്ചു പോയി, ഒന്നും പറയണ്ട. അതിനുശേഷം പിന്നെ ഇങ്ങനെയുണ്ടോ മേളിൽ ഗ്ലാസ് പോലെ ഇരിക്കുന്ന അവിടെ ഒരു കരടി ഉണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. അത് താഴെയാണ്, അതിനകത്ത് ചെറിയൊരു വെള്ളവും കാര്യങ്ങളും. നമുക്ക് അവിടെ നിന്ന് നോക്കാൻ പറ്റും. പിന്നെ പിള്ളേർക്കുള്ള കുറേ റൈഡ്സും കാര്യങ്ങളും. പിന്നെ നൈനുമോനാണെങ്കിൽ ഒരു ചെറിയൊരു സീസണിലൊക്കെ കയറ്റി ഇരുത്തി അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി. ആളിച്ചിരി എൻജോയ് ചെയ്തു അവളുടെ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം നല്ലതായിരുന്നു. പിന്നെ ഒത്തിരി റൈഡ്സ് ഉണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ പ്രായം അനുസരിച്ച് നമുക്ക് എല്ലാത്തിനും കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പം പറ്റുന്ന രീതിയിലുള്ള എപ്പോഴും ഇങ്ങനെ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് അവിടെ നിന്ന് കിട്ടിയ ആളാണ് കേട്ടോ. പിന്നെ ഇതിലായിരുന്നു നനു വരൂ എന്ന് വെച്ചാൽ നനുവിന് 1-2 തവണ നേരത്തെയും കയറിയിട്ടുണ്ട് പാർക്കിലൊക്കെ. പക്ഷെ എന്നാലും ചെറിയൊരു പേടിയുണ്ട്. കുഴപ്പമില്ല, പിന്നെയും കയറി, പിന്നെയും എപ്പോഴും ഓക്കെ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇനിയും വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെയും കയറ്റി അതിനകത്ത്. ആദ്യം കൊണ്ടിട്ട് 2-3 റൈഡ്സ് കയറി ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഒത്തിരി ക്ഷീണിച്ചു പോയി. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ ഓസ്ട്രിച്ചിനെ കാണാൻ പോയത്, പിന്നെ സീബ്ര ഉണ്ടായിരുന്നു, പിന്നെന്താ ജിറാഫ് ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലെ സൂവിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇല്ല. എന്നിരുന്നാലും ഇവിടെയൊക്കെ നമുക്കൊരു ഒരു ഇത്രയൊക്കെ തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഇവർക്കൊക്കെ ഇങ്ങനെയല്ലേ ഇതിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെ, ഇതിനല്ലെങ്കിലും നമ്മൾ സൂവിലൊക്കെ കാണത്തുള്ളൂ. എന്നിരുന്നാലും നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇതുണ്ടോ ഓസ്ട്രിച്ച്, ഇങ്ങനെ നമ്മുടെ ഈ കൂടിൻ്റെ അതിൽ നിന്ന് ഇങ്ങനെ നെറ്റിൽ നിന്ന് ഇങ്ങനെ കൊത്താൻ വരുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല സ്പേഷ്യസ് കേട്ടോ. അതിനകത്ത് കൺജസ്റ്റഡ് ആയിട്ടൊന്നുമല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നിൽക്കാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ ഇതുണ്ട്, സ്നേക്കൊക്കെ ഉണ്ടായിരുന്നു, പൈത്തൺ, അതുപോലെ തന്നെ 1-2 സ്നേക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത നമുക്ക് മനസ്സിലാകാത്ത 2-3 ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ അത് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല എന്താണെന്ന്. നല്ലൊരു മഴ പോലൊരു ഫീലിംഗ്, നല്ലൊരു കൂളായിട്ടുള്ളൊരു ഇതായിരുന്നു നമുക്ക് ഇതിൻ്റെ അകത്ത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കുഞ്ഞിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ മഴയത്തൊക്കെ ഇങ്ങനെ പിടിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങളാണെങ്കിൽ ഒത്തിരി ടയേർഡായി. പിന്നെ കുഞ്ഞിൻ്റെ അപ്പായുടെ തോളത്ത് കയറിയിരുന്ന് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ആ ഒരു പാർക്കിൽ പോയാൽ. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഈ ആനിമൽസിനെയൊക്കെ കണ്ടേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി.